ഹായ്, പാല് കാച്ചലൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ രാത്രി ഒരു 9:50 ഒരു വീടിൻ്റെ പാല് കാച്ചൽ നടക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാവും കേട്ടോ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, ഒരു ഫാമിലിക്ക് വീട് വെച്ച് നൽകുന്നു. അത് ഞങ്ങൾ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വീടെല്ലാം വെച്ച് നമ്മൾ അവരെ മാറ്റി താമസിപ്പിച്ചു കേട്ടോ. ശരിക്കും ഇതല്ല ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് ഈ വീടിൻ്റെ ഫുള്ള് കാര്യങ്ങളും അവർക്ക് പറയാനുള്ളതും ഞങ്ങൾക്ക് പറയാനുള്ളതും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്യും. പക്ഷേ ഇത് നമ്മളവരെ മാറ്റി താമസിപ്പിക്കുമ്പോൾ എടുത്ത കുറച്ച് ഷോർട്സും അന്നെടുത്ത കുറച്ച് എഫേർട്സ് നിങ്ങൾക്ക് കാണിക്കാൻ വെച്ചിട്ടാണ്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഈ കാണുന്ന വീട്ടിലേക്ക് നമ്മൾ അവരെ പഴയ സാഹചര്യത്തിൽ നിന്ന് മാറ്റി താമസിച്ച ഒരു വീഡിയോ എല്ലാം ഇതിൽ കിടക്കുന്നുണ്ട്. കണ്ടായിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയണുണ്ടായിരിക്കും. അതായത് ഈ കയറടക്കം കെട്ടിയത് നമുക്ക് അവർക്ക് പോകാനും വരാനായിരുന്നു. പക്ഷെ അന്ന് ആൾക്കത് പിടിച്ചു കയറാനുള്ള ഒരു ആവത് ഉണ്ടായിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പരസഹായം ഇല്ലാണ്ട് ആൾക്കാർക്ക് കയറാനോ ഇറങ്ങാനോ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ആളുള്ളത്. ഇന്ന് ഞങ്ങൾ ഈ മാറ്റണ ദിവസം രാവിലെ നമ്മളെ ബാസിത അവിടെ സൈറ്റിലല്ല ഒരു വീട്ടിലെത്തിയ സമയത്ത് അവർ ഡയാലിസിസിന് പോയിരിക്കുകയാണ്. ഇനി അവർ ഡയാലിസിസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് അവരുടെ പുതിയ വീട്ടിലേക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ സാഹചര്യം ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ടില്ല. ആ ബുദ്ധിമുട്ടിൽ എന്താണെന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു തരാം. മെയിൻ കാരണം ഒന്ന് മഴയായിരുന്നു. ബാസിദും ഈ പയ്യനും തൃശ്ശൂരിൽ നിന്ന് പോകുന്നതാണ്. അതായത് നട്ടപ്പാതിരയ്ക്ക്. ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഇതെന്തിനാണ് ഇതൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രഷറൈസ് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് വിളിച്ചിട്ട് ആൾക്കാർ വിളി വീണ് ഒരു സൈഡ് ഞങ്ങൾക്ക് ഭയങ്കര ബിസിയാണ്, വർക്കേഴ്സിന്റെ ഷോട്ടും പണികൾ കൂടുതലും. രണ്ടാമത് പറഞ്ഞാൽ ഇവർ താമസിക്കുന്ന വീട് ഓൾറെഡി നമ്മൾ ഒഴിയാനും എല്ലാത്തിനും ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. നമ്മൾ കഴിഞ്ഞ മാസം അവസാനത്തോട് കൂടിയിട്ട് ഇവരതിലേക്ക് മാറ്റി താമസിപ്പിക്കണം എന്നായിരുന്നു. കാരണം കുറച്ച് വർക്കുകളെ പെൻഡിങ് ഉണ്ടായിരുന്നത്. ഈ കാണുന്ന ഒരു കിച്ചന്റെ അത് ഞങ്ങൾ അവിടെ തന്നെ ഒരു ചേട്ടന്മാർ വന്നിട്ട് അവരത് ചെയ്തു തന്നു. അതേപോലെ പെയിന്റിങ് നമ്മളെ രാജൻ ചേട്ടൻ ചെയ്തു തന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ടോപ്പ് ഇടാനായിട്ട് നമ്മൾക്ക് ഗ്രാനൈറ്റിൻ്റെ ഒരു ടോപ്പ് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് അവിടെ ആരെയും കിട്ടിയില്ല. അത് കാരണം കൊണ്ടാണ് കഴിഞ്ഞ മാസം നമുക്ക് അവരെ താമസിപ്പിക്കാൻ പറ്റാണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ടോപ്പ് ഇടാനായിട്ട് ഒരു ടീമിനെ ഇതേപോലെ തന്നെ നമ്മളവിടെ ആ ചേട്ടൻ കൊടുന്ന് കാണിച്ചു തന്നു. പക്ഷെ അവർ പറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോകത്തൊന്നും ഇല്ലാത്തൊരു റേറ്റ് ആയിരുന്നു. അതായത് നാനോ വൈറ്റ് ഇടാനും കൂടി അത്രയും എക്സ്പെൻസ് വരില്ല എന്ന് മനസ്സിലായി. എത്ര അമ്മ പറഞ്ഞത് എന്നോട്? 26,000 രൂപ എന്നോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫീൽഡിൽ, കാരണം ഞങ്ങളിത് ചെയ്യുമ്പോഴൊക്കെ എല്ലാ ആൾക്കാരോടും ഞങ്ങളെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളിതൊരു ഇതായിട്ട് വെച്ചു കൊടുക്കണ വീടാണ് സംഭവം. ഈ വീടിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അത് ഞങ്ങൾ പറയണേക്കാളും കൂടുതൽ അത് അവർ കറക്റ്റായിട്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു വീട് മാത്രമല്ലല്ലോ ഇവർക്ക് ചെയ്തു കൊടുത്തത്. ഞങ്ങൾ ഇവരെ, അതായത് അവരെ സാഹചര്യം അന്ന് കണ്ടിട്ട് ഞങ്ങൾ ഈ കുടുംബത്തെ, അതായത് ഒരു അച്ഛനും അമ്മയും മാത്രമുള്ളത്, അവരെ ഫുൾ കംപ്ലീറ്റ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കുറച്ച് കാലമായിട്ട്, അതായത് ഈ വീട് പണീൻ്റെ സമയം മുതൽ ഞങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കണത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ കണ്ട വീട് അമ്മൂൻ്റെ പേരിലാണ് ആ വീടിൻ്റെ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നത്. കാരണം ഇവർക്ക് വാടക വീട് നമ്മളാണ് എടുത്തു കൊടുത്തത്. അപ്പോൾ അങ്ങനെയും ഇതായിട്ട് എങ്ങനെയും ഇവരൊന്ന് മാറ്റി താമസിക്കണം. ഞങ്ങളെ വർക്ക് പ്രഷർ വേറെ ഉണ്ട്. ഞങ്ങളെ ക്ലയൻറ്റുകൾ അതായത് ഒരുപാട് ദൂരത്തായതുകൊണ്ട് അവർ വിളിച്ചിട്ട് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റണില്ല. മഴ, ഞാൻ പറഞ്ഞില്ല പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാനിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊന്നുമില്ല. ഞങ്ങളിത് ഒരു 2 ദിവസം മുന്നെയാണ് പ്ലാൻ ചെയ്തത്. എന്തായി കഴിഞ്ഞാലും നമുക്ക് ഇവരെ മാറ്റി താമസിപ്പിച്ചിട്ട്, കാരണം നമുക്ക് അടുത്ത പ്രൊജക്റ്റുകളൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ 5 പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് നിന്ന് എന്തായി കഴിഞ്ഞാലും തൃശ്ശൂർ പോയി വരുന്നത് കുറച്ച് ലോങ് ആണ്. അതുകൊണ്ട് നാട്ടിൽ പോയി നിൽക്കുമ്പോൾ വയനാടും എല്ലാം കവർ ചെയ്യാം. പിന്നെ ബാക്കിയുള്ള സൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. മെയിൻ സ്ലാബ് ചെയ്യാനായിട്ട് തന്നെ ഒരു 6-7 വീട് കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണിക്കാരെ കിട്ടണില്ല. ഈ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഇപ്പം എന്നെ കൊണ്ട് കൂട്ടിയേക്കുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കും, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് പൈസ തന്നിട്ടാണ് വീട് പണിയിപ്പിക്കണത്. ഈ വീടിന് ഞാൻ ഇത്ര എഫേർട്ട് എടുക്കണത് ഞാൻ പോയിട്ട് അധ്വാനിക്കേണ്ടതാണ്. കാരണം പൈസ ആയിട്ട് കിട്ടൂല. ഇതൊരു പർച്ചേസിംഗ് ആണ്. ആ വീട്ടിൽ 2 സാധനത്തിൻ്റെ കമ്മി ഉണ്ടായിരുന്നു. ആ 2 സാധനം പർച്ചേസ് ചെയ്യാനായിട്ട് പോയതാണ്. അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ പറയും, നമ്മളൊരു TV അവർക്ക് മേടിച്ചു കൊടുത്തു. അതേപോലെ ഒരു സ്റ്റവ്, അവർക്ക് സിംഗിൾ സ്റ്റവ് ആണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ എഫേർട്ടിൻ്റെ കാര്യം പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് എങ്ങനെയും ചെയ്യാം. അങ്ങനത്തെ ഇത് ഞാൻ ആ ഗ്രാനൈറ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അമ്മും ബാസിദും ഒരു പയ്യനും പാടെ കൂടിയിട്ട് പോയത്. പക്ഷെ അപ്പം ഉണ്ടായൊരു സാഹചര്യം കണ്ടോ, അന്ന് ഫുള്ള് മഴയായിരുന്നു. ആ
സമയമാകുമ്പോഴേക്കാണ് ഏകദേശം ഒരു 3-4 മണിക്കാണ് ഈ സംഭവിക്കണത് അല്ലേ. അതെ. ഇത് സംഭവിച്ചു നിൽക്കുമ്പോൾ നമ്മളെ ഗ്രാനൈറ്റ് വണ്ടി അവിടെ തൊട്ട് താഴെ വന്ന് നിൽക്കുന്നുണ്ട്. വാസിത് സാധനം എടുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ട് വണ്ടി കയറാൻ പറ്റില്ല. കാരണം ഈ വണ്ടി ഇവിടെ ബ്ലോക്കായി പോയി. അത് പഞ്ചായത്തിൻ്റെ വണ്ടിയാണ്. അപ്പോൾ പഞ്ചായത്ത് അവിടെ മറ്റേ അയൽക്കൂട്ടത്തിൻ്റെ തൊഴിലുറപ്പിൻ്റെ ഒരു കാര്യമായിട്ട് വന്നതാണ്. അപ്പോൾ അയാൾ തിരിച്ച സമയത്ത് അവിടെ ജാമായി പോയി. ഏകദേശം ഒരു 2 മണിക്കൂർ ഞങ്ങളാ നാട്ടുകാരും ഞങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ടൊന്ന് സഹായിക്കാൻ നോക്കി. കൂട്ടിയേ കൂടിയില്ല. കാരണം ഭയങ്കര വെയിറ്റുള്ള വണ്ടിയായിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥലത്തും മഴയത്ത് കുടുങ്ങി. എൻ്റെ ഊരടക്കം വീണ്ടും പോയി. അതായത് എഫേർട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ വണ്ടി താഴ്ത്ത് വന്ന് നിൽക്കുക, ഇത് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകാനായിട്ട്. അത് മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ഇവർ ഡയാലിസിസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്. അവരെ വണ്ടി അങ്ങോട്ട് കയറാൻ പറ്റാണ്ട് അവരവിടെ റോട്ടിൽ 1 മണിക്കൂർ കടന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. പിന്നെ ഞാൻ രാജൻ ചേട്ടനും നമ്മളടുത്ത വീട്ടിലത്തെ ചേട്ടന്മാരെല്ലാവരും കൂടി ഗ്രാനൈറ്റ് എല്ലാം അവിടെ ഇറക്കി വെച്ചു. ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഈ സാധനം ഇനി കട്ട് ചെയ്യാൻ വല്ല ഒരു മാർഗ്ഗമുണ്ടോ? മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വണ്ടിയിലുണ്ടായിരുന്ന ടാർപ്പായെല്ലാം കെട്ടിയിട്ട് ഏകദേശം രാത്രി ഒരു 8-9 മണിക്കാണ് ഇത് കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണത്. കാരണം അത്രയും മഴ. നമ്മൾ ഇന്ന് തീർത്ത് പോകേണ്ട ഒരു സാഹചര്യമാണ്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇട്ട് പോകുന്നതിന്. ഇതിപ്പോൾ എന്തുണ്ടായിച്ചാൽ വാടക വീട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. അവർ ഡയാലിസിസ് കഴിഞ്ഞിട്ട് പുതിയ വീട്ടിലേക്കും വന്നു. ഞങ്ങൾക്കാണെങ്കിൽ തിരിച്ചു പോകണം. ഈ വീടിന് ഈ ടോപ്പും ഇതും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അവർക്ക് നാളെ ഭക്ഷണം വെക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. ഇന്നത്തെ സാഹചര്യം നിങ്ങൾക്കറിയാം. ഗ്യാസ് എന്ന് പറയുന്ന സാധനം കിട്ടാനേ ഇല്ല. അവരവിടെ വരുമ്പോൾ ഒരു പഴയ വീടായിരുന്നു. അവിടെ വിറകൊക്കെ കത്തിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളെ വീട്ടിലത്തെ കുറ്റി എടുത്തു കൊടുന്നു. അതേപോലെ ഞങ്ങളൊരു പുതിയ ഗ്യാസ് സ്റ്റൗവും മേടിച്ചു കൊടുത്തു. കാരണം ഈ വീട് ചെറിയൊരു വീടാണ്. അതായത് ഇതിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കിച്ചണും ആ ഒരു ഡൈനിങ് ഹാൾ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു ബെഡ്റൂം, ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ചെറിയൊരു വീടാണിത്. ഏകദേശം 420 സ്ക്വയർ ഫീറ്റ് മാത്രമേ ഉള്ളൂ ഈ വീട്, സിറ്റ് ഔട്ട് അടക്കം വരുന്നത്. അപ്പോൾ ഇതിൽ പുറത്ത് പോയി ഭക്ഷണം വെച്ച് കഴിക്കാൻ അടുപ്പുണ്ടാക്കാനോ അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും ഇതില്ല. ഗ്യാസ് തന്നെ വേണം. പിന്നെ കറണ്ട് അടുപ്പുണ്ട്. അപ്പോൾ ഈ സാധനം, ഈ കാണുന്ന ടോപ്പും ഈ സിങ്കും സെറ്റ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ പാവങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങളും തന്നെ ഇപ്പോൾ ഓരോ ദിവസം അവിടെ നിൽക്കുമ്പോൾ അമ്മൂൻ്റെ ഫോൺ ഇവിടെ ഇങ്ങനെ അടിച്ച് നമുക്ക് മെൻ്റലാവുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ കഷ്ടപ്പെട്ട തീർക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിപ്പോയി. കാരണം ആ വണ്ടി കുടുങ്ങലും മഴ കൊള്ളലും ഇത് ഞങ്ങൾ 3 ആളും കണ്ടില്ലേ, ഫുള്ള് മഴയത്താണ്. അതായത് 1 മണിക്ക് മഴ കൊള്ളാൻ തുടങ്ങിയിട്ട് രാത്രി 10 മണി വരെ നമ്മൾ മഴ കൊള്ളുമായിരുന്നു. വേറെ നിവർത്തിയില്ല. കാരണം അങ്ങനെ ഇട്ടിട്ട് പോരാൻ പറ്റില്ല. അതാ പറഞ്ഞത്, ചില സമയത്ത് നമ്മളെ കയ്യിൽ പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, എന്തുണ്ടായിട്ടും കാര്യമില്ല. നമുക്ക് ഇപ്പോൾ ഇത് ഒരാൾ ചെയ്തു തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതും കൊടുത്തേനെ. ഇപ്പോൾ നമ്മളവിടെ ചെയ്തതൊന്നും പൈസ നോക്കിയിട്ടല്ല. പൈസ ഓവർ എക്സ്പെൻസ് ആയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ ഒരു ഗ്രാനൈറ്റ് ഇടാൻ 26,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇതിന് ചിലവായത് 5,700 രൂപ ഗ്രാനൈറ്റിനും പിന്നെ ₹1 ചിലവായിട്ടില്ല. അതായത് സിലിക്കൺ 2 സിലിക്കൺ മേടിക്കേണ്ടി വന്നു. അതിൻ്റെ ഒരു ഗണ്ണും അത് മാത്രം എനിക്ക് ചിലപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്നെ കൊണ്ട് കൂട്ടിയ കൂടും. അതിലിപ്പോൾ ആകെ മോൾഡിങ് മാത്രമേ ഞാൻ ചെയ്യാത്തുള്ളൂ. ബാക്കിയെല്ലാം ഗ്രാനൈറ്റിൻ്റെ പരിപാടികളൊക്കെ നമ്മൾ അതേപോലെ തന്നെ തീർത്തിട്ടുണ്ട്. ഇപ്പം സമയം കണ്ടില്ലേ, 9:50 നമ്മൾ പാല് കാച്ചണത്. ഞങ്ങൾക്ക് നിർബന്ധമായിട്ടല്ല കേട്ടോ, അത് അവർ നിർബന്ധിച്ചാണ്. ഫസ്റ്റ് നമ്മൾ തന്നെ പാല് കാച്ചിട്ട് പോയാൽ മതിയെന്ന്. കാരണം ആ സമയത്ത് പാല് കാച്ചാൻ നമുക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവർക്ക് ഭക്ഷണം എല്ലാം മേടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ പോരണത്. ഞാൻ തന്നെ ചെയ്യണമെന്ന് ഭയങ്കര ഒരു നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ആ നേരത്തെ പാല് കാച്ചിയത്. പിന്നെ ഇപ്പം ഞങ്ങൾ എത്തിസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് നേരം കാലമൊന്നും ഒരു വിഷയമില്ലാത്തതാണ്. കാരണം ആ വീടാക്കി കൊടുക്കുക, അവർക്ക് 2 ഷട്ടർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മളെ ഏറ്റവും വലിയൊരിത്. അത് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ അങ്ങനെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് അവരങ്ങനെ ചെയ്യാൻ സാധിച്ചു. അതുപോലെയല്ല ഇപ്പോൾ ഒരുപാട് വീടുകൾ മെയിൻ സ്ലാബ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. ആ ക്ലൈൻറ്റൊക്കെ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ ആത്മാർത്ഥം കാണിക്കാനായിട്ടല്ല, പണിക്കാരെ കിട്ടായിട്ടാണ്. ഒരു മലയാളിക്ക് ഒരു 2,000 രൂപ വെച്ചിട്ട് സെൻറ്ററിങ് ചെയ്യണ ആളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ റെഡിയാണ്. ആൾക്കാരെ കിട്ടേണ്ട, അത് നിങ്ങളും ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് വർക്കേഴ്സിനെ കിട്ടാണ്ട് ഇപ്പോൾ എല്ലാ വീടും ഞാൻ ഇതേപോലെ പോയിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? എന്നെ കൂടെ ഒറ്റയ്ക്ക് മെൻസിലൈവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പോൾ കോട്ടയം മോനപ്പള്ളിയിൽ തന്നെ നിനക്ക് അറിഞ്ഞൂടാ, ഞാനാണിത് കംപ്ലീറ്റ് പൊളിച്ചത്. അതായത് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരെ വെച്ചിട്ടാണ് 3000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ തട്ട് പൊളിച്ചത്. വെരി റിസ്കി ജോബാണത്. അങ്ങനെ ആൾ ഡയാലിസിസ് കഴിഞ്ഞ് വന്നിട്ട് അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ആൾക്കുള്ള റൂമും കട്ടിലൊക്കെ നമ്മൾ ആദ്യം സെറ്റാക്കിയായിരുന്നു. കിച്ചണിൽ മാത്രമേ പണി. ഇതാണ് ഞങ്ങൾ അവർക്ക് മേടിച്ചിട്ടുള്ള TV.
പിന്നെ ഗ്യാസ് നിങ്ങൾ ഓൾറെഡി കണ്ടു. ഇനി ഇതിൻ്റെ ഞങ്ങൾ ഇറങ്ങി പോരുകയാണ്. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ അവരൊക്കെ എല്ലാം സെറ്റ് ആയതിനു ശേഷം ഇതിൻ്റെ കണക്കും കാര്യങ്ങളും എന്തൊക്കെയാണ് ഇതിന് ചിലവായതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും വിശദമായിട്ട് നമ്മൾ പറഞ്ഞുതരും. ഒരു കുടുംബത്തിനെങ്കിലും ഒരു വീട് വെച്ച് കൊടുത്ത് അവരെ സന്തോഷമായിട്ട് അതിൽ താമസിപ്പിക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് കേട്ടോ. എന്തായാലും അടുത്തന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ടാവും.